എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 19-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. തതശ്ച അതിനുശേഷം, ഇതിന് വരം ലഭിച്ചതിനു ശേഷം, തേ ആ പ്രചേതസ്സുകൾ, ഭൂതലരോധിന ഭൂമിയിൽ മുഴുവൻ കാട് പോലെ മൂടാൻ തുടങ്ങിയ തരൂൻ മരങ്ങളെ, ക്രുധാദഹന്ത ദേഷ്യത്തോടെ ദഹിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴോ ദ്രുഹിണേന വാരിത ബ്രഹ്മദേവൻ അത് വന്ന് തടഞ്ഞു. ദ്രുമൈശ്ച ദത്താം തനയാം അവാപ്യതാം ദ്രുമൈ മരങ്ങൾ, ദത്താം നൽകിയ, താം തനയാം ആ മകളെ, അവാപ്യ ലഭിച്ചതിന് ശേഷം, ത്വദുക്തകാലം അങ്ങ് പറഞ്ഞ അത്ര കാലം, സുഖിനഃ സുഖിന അഭിരേമിരേ ച സുഖമായി കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? പിന്നീട് ഭൂമിയിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്ന വൃക്ഷങ്ങളെ, അതായത് ആകെ കാട് മൂടി വളർന്നു കിടക്കുക എന്ന് പറയില്ലേ, ആ വൃക്ഷങ്ങളെ പ്രചേതസ്സുകൾ കോപം മൂലം ദഹിപ്പിക്കാൻ തുടങ്ങി. ആ സമയത്ത് ബ്രഹ്മാവ് അവരെ ആ കൃത്യത്തിൽ നിന്നും തടഞ്ഞു. അപ്പോൾ വൃക്ഷങ്ങൾക്ക് സന്തോഷമായി. അവർ കമലലോചന എന്ന പുത്രിയെ പ്രചേതസ്സുകൾക്ക് കൊടുത്തു. അവരെല്ലാം അവളോടുകൂടി ഭഗവാൻ വരം കൊടുത്തിരുന്ന ആ കാലം വരെ സുഖമായി രമിച്ചു. അതായത് പ്രചേതസ്സുകൾ ആ രുദ്രതീർത്ഥത്തിൽ വെള്ളത്തിനുള്ളിൽ അങ്ങനെ തപസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഭഗവാൻ വന്ന് ഒരു 3-4 വരങ്ങൾ അങ്ങോട്ട് കൊടുത്തത്. ഈ വരങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഭഗവാൻ മറഞ്ഞു. പ്രചേതസ്സുകളാണെങ്കിലോ ഭഗവാനെ കണ്ട് തപസ്സിൽ നിന്നൊക്കെ ഉണർന്ന് വരങ്ങളൊക്കെ കൊടുത്തത് കേട്ടു. ശേഷം അവരാ വെള്ളത്തിൽ നിന്നും ഭൂമിയിലേക്ക്, അതായത് കരയിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു. കരയിൽ വന്ന് നോക്കിയപ്പോഴോ ഭൂമി ആകെ കാട് മൂടി കിടക്കുന്നതാ കണ്ടത്. അതായത് അവരുടെ അച്ഛനായ പ്രാചീന ബർഹിസ് ഭഗവത് സാരൂപ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞില്ലേ. പിന്നെ അച്ഛൻ്റെ കാലം കഴിഞ്ഞ ആരാ രാജ്യം ഭരിക്കേണ്ടേ? മക്കളല്ലേ. അവരാണെങ്കിലോ 10,000 സംവത്സരം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഭൂമിയാകെ കാട് മൂടി. കാരണം അച്ഛൻ ഭഗവത് സാരൂപ്യം പ്രാപിച്ചു പോയി. പിന്നെ രാജ്യം ഭരിക്കാനോ ഭൂമി രക്ഷിക്കാനോ ആരുമില്ലാതെയായി. പക്ഷേ ഭൂമി ഇങ്ങനെ കാടുമൂടി കിടക്കുന്നത് കണ്ടപ്പോഴാണ് പ്രചേതസ്സുകൾക്ക് ദേഷ്യം വന്നത്. അവരുടെ വായിൽ നിന്ന് കാറ്റും തീയും കൂടി അങ്ങോട്ട് പുറപ്പെട്ട് മരങ്ങളെയെല്ലാം ചുട്ടുകളയാൻ തുടങ്ങി. അങ്ങനെ എല്ലാ മരങ്ങളും നശിച്ചാൽ പിന്നെ നമുക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ലാലോ. അതുകൊണ്ട് ബ്രഹ്മദേവൻ മുന്നിൽ വന്ന് അവരെ തടഞ്ഞു. അങ്ങനെ മരങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടപ്പോൾ മരങ്ങളുടെ മകളായ മാരിഷയെ പ്രചേതസ്സുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതായത് പ്രമ്ലോചവനത്തിൽ ഉപേക്ഷിച്ചു പോയതുകൊണ്ട് മാരിഷയെ വനപുത്രി എന്നാണ് പറയുക. ആ കഥ വിശദമായിട്ട് ഭാഗവതത്തിൽ വരുന്നുണ്ട്. ഈ പ്രമ്ലോച മകളെ വനത്തിൽ ഉപേക്ഷിച്ചു പോകുന്നത്. അപ്പോൾ വനപുത്രി ആയ മാരിഷയെ ഇവർ കല്യാണം കഴിച്ചു.
ശേഷം ഭഗവാന്റെ ഒരു വരം തന്നെ എന്താ, 10,00,000 സംവത്സരം അവളോടുകൂടി നിങ്ങൾ രമിച്ചോളൂന്നാ. തയാ ദശലക്ഷവത്സരീം രമധ്വം. അപ്പോൾ 10,00,000 സംവത്സരം അവളോടുകൂടി രമിച്ച് താമസിക്കുകയാണ് അവർ. ഈ കഥയിൽ നിന്നും 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഭഗവാനാണ് വരം കൊടുത്തത്. ഭഗവാൻ വരം കൊടുത്തതുപോലെ അവർക്ക് ആ വൃക്ഷങ്ങളുടെ മകളെ ഭാര്യയായി കിട്ടുക. അതിനൊരു കാരണം മാത്രമാണ് ഇവർ ഈ വൃക്ഷങ്ങളെ നശിപ്പിക്കാൻ ചെല്ലുന്നത്. അതിനപ്പുറം മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ ഭക്തിയുള്ള ആളാണെങ്കിലും തപസ്സുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന് ദേഷ്യം എന്ന ഒരു വികാരം ഉണ്ട്. അതിടയ്ക്കെങ്കിലും പുറത്തേക്ക് വരും എന്ന് വേണം മനസ്സിലാക്കാം. അല്ലെങ്കിൽ അത്രയും ആ മനസ്സിന് ഒരു ചാഞ്ചല്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു പ്രചേതസ്സുകളെങ്കിൽ ഈ രുദ്രഗീതം മുഴക്കി തപസ് ചെയ്ത് ഈ ഭഗവാനെ കണ്ട് വരമൊക്കെ വാങ്ങി നിൽക്കുന്ന സമയം, എന്നിട്ടും ആ വെള്ളത്തിൽ നിന്നും ഭൂമിയിലേക്ക് കയറി വന്നപ്പോൾ നിറയെ കാട് മൂടി കിടക്കുന്നത് കണ്ടപ്പോഴേക്കും അവർക്ക് ദേഷ്യം വന്നു. ദേഷ്യം വന്നു എന്ന് മാത്രമല്ല, അവരുടെ വായിൽ നിന്നാണ് കാറ്റും തീയും എല്ലാം വന്നിട്ട് ആ മരങ്ങളെയെല്ലാം ചുട്ട് ചാമ്പലാക്കാൻ ശ്രമിക്കുന്നത്. മരങ്ങളെ ചുട്ട് ചാമ്പലാക്കുന്ന സമയത്ത് മഹാഭാരത കഥയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, എത്രയോ പക്ഷികളും ചെറുജീവികളും പാമ്പുകളും എല്ലാം ചത്തൊടുങ്ങും. അപ്പോൾ എത്ര വലിയ മുനീശ്വരന്മാർക്കും കോപം വരാം എന്ന ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, പലരും അകാല മരണത്തെക്കുറിച്ചൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഒരാളും അകാലത്തിൽ മരിക്കുന്നില്ല. കാരണം ഈ പ്രകൃതിയിൽ ഭഗവാനാണ് എല്ലാം തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് ഒരു പുൽക്കൊടി പോലും ചലിക്കൂ. ഇവിടെ എന്താ പറയുന്നത്, ത്വദുക്തകാലം, അങ്ങ് എത്ര കാലമാണോ പറഞ്ഞത്, എത്ര കാലമാണ് പറഞ്ഞത്, വൃക്ഷങ്ങളുടെ പുത്രിയെ നിങ്ങൾക്ക് ഭാര്യയായി ലഭിക്കും. ഈ ഒരു സംഭവത്തിലൂടെ അത് ലഭിച്ചു. സന്തോഷിച്ച് അവർ കൊടുക്കുകയാണ് പുത്രിയെ. എന്നിട്ട് എത്ര കാല, 10,00,000 സംവത്സരം നിങ്ങൾ അവളോടുകൂടി രമിച്ചു കൊള്ളൂ. അതിനെന്താ അർത്ഥം? ഒരുപാട് കാലമൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാം എന്ന് ആഗ്രഹിക്കേണ്ട. കാരണം നമുക്ക് എത്രയാണോ ഭഗവാൻ വിധിച്ചിരിക്കുന്നത് ആ കാലം വരെ നമ്മൾ ഈ ഭൂമിയിലുണ്ടാവും. അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങനെ പോവും. അത് അകാല മരണമല്ല. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി മരിച്ചു എങ്കിൽ ആ കുട്ടിക്ക് ഈ ഭൂമിയിൽ വന്നിട്ട് ആ വയസ്സ് വരെ മാത്രമുള്ള പ്രാരബ്ധമാണ് ഈ ശരീരത്തിലിരുന്ന് അനുഭവിക്കേണ്ടതുള്ളൂ. അത്രയും കാലത്തെ കർമ്മഫലമാണ് ആ ജന്മത്തിൽ അനുഭവിക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതായത് ഭഗവാൻ എത്ര കാലമാണോ നമുക്ക് വിധിച്ചിട്ടുള്ളത് അത്ര കാലം നമുക്കിവിടെ സുഖമായി കഴിയാം. അതേസമയം എന്ത് ചെയ്യണം, ആ കിട്ടിയ സമയം സൽക്കർമ്മങ്ങൾ ചെയ്ത് നാമസങ്കീർത്തനം ചെയ്ത് നല്ല കർമ്മങ്ങളാക്കി മാറ്റി ഈശ്വരനോട് ചേരാൻ, നമ്മുടെ ആത്മാവിനെ ഭഗവാനിലേക്ക് പരമാത്മാവിലേക്ക് അങ്ങോട്ട് ഉയർത്താൻ ശ്രമിക്കുക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.